നമസ്കാരം. 100 ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ദുരിതം വിതച്ച് സംസ്ഥാനത്ത് കനത്ത മഴ. കണ്ണൂരിലും വയനാട്ടിലും കാസർഗോട്ടും റെഡ് അലേർട്ട്. 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. കോട്ടയം പനച്ചിക്കാട് താറാവ് കർഷകൻ വള്ളത്തിൽ നിന്ന് വീണു മരിച്ചു. കണ്ണൂർ, കാസർഗോഡ്, വയനാട്, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. മലപ്പുറത്തും ഇടുക്കിയിലും പ്രാദേശികാവധി. വടക്കൻ കേരളത്തിൽ മഴക്കെടുതി അതിരൂക്ഷം. കർണാടക വനത്തിൽ ഉരുൾപൊട്ടിയതായി സംശയം. കണ്ണൂരിലെ പുഴകളിൽ ജലനിരപ്പ് ഉയർന്നു. നൂച്ചിയാട് പുഴ കരകവിഞ്ഞ് മണിക്കടവ് ടൗണിൽ വെള്ളം കയറി. വയനാട് മുത്തങ്ങ ദേശീയപാതയിൽ വെള്ളക്കെട്ട്. കനത്ത മഴയിൽ കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ മതിലിടിഞ്ഞു വീണു. ഒഴിവായത് വൻ ദുരന്തം. സംസ്ഥാനത്ത് ഇന്ന് പനി ബാധിച്ച് 4 പേർ മരിച്ചു. മഞ്ഞപ്പിത്തം ബാധിച്ച് ഒരാളും മരിച്ചു. 145 പേർക്ക് ഡെങ്കിപ്പനിയും 15 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചു. 12,678 പേരാണ് ഇന്ന് പനി ബാധിച്ച് ചികിത്സ തേടിയത്. മലപ്പുറത്താണ് ഏറ്റവും അധികം പനിബാധിതർ. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ 1000-ന് മുകളിലാണ് പ്രതിദിന രോഗികൾ. 1-ാം ചരമവാർഷിക ദിനത്തിൽ ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ച് രാഷ്ട്രീയ കേരളം. ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന നേതാവെന്ന് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയും. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി ട്രസ്റ്റ് ഉദ്ഘാടനം ചെയ്ത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഉമ്മൻചാണ്ടിയുടെയും കോടിയേരിയുടെയും കുടുംബങ്ങൾ വേട്ടയാടപ്പെട്ടെന്ന് ബിനീഷ് കോടിയേരി. പെരുമ്പാവൂരിൽ നിയമവിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചു കൊന്ന കേസിലെ പ്രതി അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. കേസിൽ അന്തിമ തീർപ്പുണ്ടാകുന്നതുവരെയാണ് സ്റ്റേ. ജസ്റ്റിസ് ബി ആർ ഗവായ് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് തീരുമാനം. കശ്മീരിൽ വീണ്ടും ഏറ്റുമുട്ടൽ. കുപ്വാരയിൽ 2 ഭീകരരെ വധിച്ചു. കൂടുതൽ ഭീകരർ ഒളിച്ചിരിക്കുന്നതായി സൂചന. ദോഡയിൽ സൈന്യത്തിന് നേരെ വെടിയുതിർത്ത് ഭീകരർ. കേന്ദ്രമന്ത്രിസഭായോഗം സ്ഥിതിഗതികൾ വിലയിരുത്തി. ഛത്തീസ്ഗഡിലെ ബീജാപൂരിൽ മാവോയിസ്റ്റ് ആക്രമണത്തിൽ 2 ജവാന്മാർക്ക് വീരമൃത്യു. വിഖ്യാത ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ ഡോക്ടർ MS വല്യത്താൻ വിട. മൃതദേഹം ഉടുപ്പിയിൽ സംസ്കരിച്ചു. വിടവാങ്ങിയത് ആധുനിക വൈദ്യശാസ്ത്രത്തെ ആയുർവേദവുമായി കൂട്ടിയിണക്കിയ ദിഷണാശാലി. വിടവാങ്ങിയത് പത്മവിഭൂഷൺ നൽകി രാജ്യം ആദരിച്ച പ്രതിഭ. പ്രധാനമന്ത്രിക്കെതിരെ വീണ്ടും പരോക്ഷ വിമർശനവുമായി RSS. ചിലർ സൂപ്പർമാനും ഭഗവാനുമാകാൻ ആഗ്രഹിക്കുന്നുവെന്ന് മോഹൻ ഭാഗവത്. തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് പിന്നാലെ ഉത്തർപ്രദേശിൽ മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് സാധ്യത. BJP സംസ്ഥാന അധ്യക്ഷനെ മാറ്റും. റീൽസ് ഷൂട്ട് ചെയ്യുന്നതിനിടെ വീണ്ടും അപകടം. മഹാരാഷ്ട്രയിൽ 27-കാരി കൊക്കയിലേക്ക് വീണ് മരിച്ചു. അപകടത്തിൽപ്പെട്ടത് മുംബൈ സ്വദേശിനിയായ ആൻവി കാംദാർ. ദുരന്തം റായ്ഗഡിനടുത്ത് കുംഭൈ വെള്ളച്ചാട്ടത്തിന് സമീപം. തിരുവനന്തപുരത്ത് തോടുകളിലെ മാലിന്യം അടിയന്തരമായി നീക്കം ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ ധാരണ. ഇടപെടൽ. ആമയിഴഞ്ചാൻ തോട്ടിൽ ശുചീകരണ തൊഴിലാളി മുങ്ങിമരിച്ച പശ്ചാത്തലത്തിൽ ജോയിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്ന് റെയിൽവേയോട് മുഖ്യമന്ത്രി. മേയറുടെ രാജി ആവശ്യപ്പെട്ട് BJP നഗരസഭയിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. വയനാട്ടിലെ KPCC ക്യാമ്പിൽ നിന്ന് വിട്ടുനിന്നതിൽ വിശദീകരണവുമായി K മുരളീധരൻ. തൃശൂരിലെ തോൽവി ചർച്ചയാകേണ്ട എന്ന് കരുതി. ക്യാമ്പിൽ തനിക്കെതിരെ വിമർശനം ഉന്നയിച്ചിട്ടില്ലെന്ന് TN പ്രതാപനും ഷാനിമോൾ ഉസ്മാനും ഫോണിൽ അറിയിച്ചെന്നും K മുരളീധരൻ. VC നിയമനത്തിൽ ഗവർണർക്ക് തിരിച്ചടി. കുഫോസ് VC നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണർ രൂപീകരിച്ച സെർച്ച് കമ്മിറ്റി സ്റ്റേ ചെയ്തു. ഹൈക്കോടതി നടപടി സർക്കാർ സമർപ്പിച്ച അപ്പീലിൽ. തൃക്കാക്കര നഗരസഭയിൽ ഹരിതകർമ്മസേനാ പ്രവർത്തകരും ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും തമ്മിൽ വാക്കേറ്റം. പുതുതായി ജീവനക്കാരെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് വാക്കേറ്റത്തിൽ കലാശിച്ചത്. തിരുവനന്തപുരം തുമ്പയിലെ വ്യാജ പാസ്പോർട്ട് കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. പോലീസുകാരനുൾപ്പെടെ പ്രതിയായ കേസാണ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. നടപടി ADGP സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. എറണാകുളം തൃപ്പൂണിത്തുറയിൽ KSRTC ഡ്രൈവർക്ക് മർദ്ദനം. കാർ യാത്രികൻ KSRTC ഡ്രൈവർ സുബൈറിനെ മർദ്ദിച്ചത് ഹോൺ മുഴക്കിയത് ചോദ്യം ചെയ്തതിന്. തൃപ്പൂണിത്തുറ പോലീസ് അന്വേഷണം തുടങ്ങി. AKG സെന്റർ ആക്രമണക്കേസിൽ പ്രതിയായ യൂത്ത് കോൺഗ്രസ് നേതാവ് സുഹൈൽ ഷാജഹാന് ജാമ്യം. ഹൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. സുഹൈൽ ഹൈക്കോടതിയെ സമീപിച്ചത് വിചാരണ കോടതി ജാമ്യം നിഷേധിച്ചതിനാൽ. പാലക്കാട് ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ വെച്ച് പാമ്പ് കടിയേറ്റ യുവതിക്ക് വിഷബാധ ഏറ്റിട്ടില്ല എന്ന് പരിശോധനാ റിപ്പോർട്ട്. രക്തപരിശോധന നടത്തി ഉറപ്പുവരുത്തിയെന്ന് ആശുപത്രി സൂപ്രണ്ട്. വിഷമില്ലാത്ത പാമ്പാണ് കടിച്ചതെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. മൂന്നാറിലെ സൈലന്റ് വാലി ജനവാസ മേഖലയിൽ നാശം വിതച്ച് പടയപ്പ. വ്യാപകമായി കൃഷി നശിപ്പിച്ചു. പടയപ്പയെ നിരീക്ഷിച്ച് RRT സംഘം. 2 ആഴ്ചയായി കാട്ടാന ജനവാസ മേഖലയിൽ തുടരുകയാണെന്ന് പ്രദേശവാസികൾ. തമിഴ്നാട് വാൽപ്പാറയിൽ കാട്ടാന ആക്രമണം. 7 ആനകളുടെ കൂട്ടം തേയിലത്തോട്ടത്തിൽ നിലയുറപ്പിച്ചു. പലചരക്ക് കടയും കാറും ആനകൾ തകർത്തു.
ഹാത്രാസ് ദുരന്തത്തിൽ വിധിയെ പഴിച്ച ആൾദൈവം ഭോലെ ബാബ. തിക്കിലും തിരക്കിലും പെട്ട് 121 പേർ മരിച്ച സംഭവത്തിൽ താൻ അസ്വസ്ഥനാണ്. എന്നാൽ വിധിയെ ആർക്കും ഒഴിവാക്കാൻ കഴിയില്ല. പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് സംശയിക്കുന്നുവെന്നും ഭോലെ ബാബ. മൂന്നാർ ഗ്യാപ്പ് റോഡിൽ യാത്രാ നിരോധനം മറികടന്ന് സ്കൂൾ ബസ് യാത്ര ചെയ്തു. അത് പോലീസ് തടയുകയും ചെയ്തു. ചിന്നക്കനാലിലെ സ്വകാര്യ സ്കൂളിന്റെ ബസ്സാണ് തടഞ്ഞത്. ബസ്സിലുണ്ടായിരുന്നത് 9 അധ്യാപകരും വിദ്യാർത്ഥികളും. മുന്നറിയിപ്പില്ലാതെ ട്രെയിൻ സമയം മാറ്റി യാത്രക്കാരെ വലച്ച് റെയിൽവേ. ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസ് വൈകിയത് 2.25 മണിക്കൂർ. പ്രതിഷേധവുമായി യാത്രക്കാർ. ട്രെയിൻ രാത്രി വൈകിയാണ് ആലപ്പുഴയിലെത്തിയതെന്ന് വിശദീകരണം. ഒമാൻ തീരത്ത് മുങ്ങിയ എണ്ണക്കപ്പലിലെ രക്ഷാപ്രവർത്തന ദൃശ്യങ്ങൾ പുറത്തുവിട്ട് നേവി. നാവികസേന രക്ഷപ്പെടുത്തിയത് 8 ഇന്ത്യക്കാരെയും ഒരു ശ്രീലങ്കൻ സ്വദേശിയെയും. അപകടത്തിൽപ്പെട്ടത് ദുബായിൽ നിന്ന് ഏതനിലേക്ക് പോവുകയായിരുന്ന എണ്ണക്കപ്പൽ. മൈത്രി നിധി തട്ടിപ്പിൽ കോഴിക്കോട് 2 പേർ അറസ്റ്റിൽ. പിടിയിലായത് അരീക്കോട് സ്വദേശി ജമാലുദ്ദീനും സുഹൃത്തും. ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. കോഴിക്കോട് മുക്കം മുണ്ടുപാറത്തോട്ടിൽ രാസമാലിന്യം തള്ളിയതിനെ തുടർന്ന് മീനുകൾ കൂട്ടത്തോടെ ചത്തു. തോട്ടിൽ കുളിക്കരുതെന്നും സമീപത്തെ കിണറുകളിൽ നിന്ന് വെള്ളം ഉപയോഗിക്കരുതെന്നും മുന്നറിയിപ്പ്. സമീപവാസികൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. ഉത്തർപ്രദേശിലെ ഗോണ്ടയിൽ ട്രെയിൻ പാളം തെറ്റി 4 മരണം, 20ഓളം പേർക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ടത് ചണ്ഡീഗഡ് ദിബ്രുഗഡ് എക്സ്പ്രസ്. രക്ഷാപ്രവർത്തനം അന്തിമഘട്ടത്തിൽ. അന്വേഷണത്തിന് ഉത്തരവിട്ട് റെയിൽവേ. കൊച്ചി മെട്രോ ട്രാക്കിലേക്ക് ടാർപോളിൻ വീണു. 15 മിനിറ്റോളം മെട്രോ ട്രെയിൻ പിടിച്ചിട്ടു. ടാർപോളിൻ മാറ്റിയ ശേഷം സർവീസ് പുനരാരംഭിച്ചു. സംഘടിത ചോദ്യപേപ്പർ ചോർച്ച തെളിഞ്ഞാൽ മാത്രമേ നീറ്റ് പുനഃപരീക്ഷയ്ക്ക് ഉത്തരവിടൂ എന്ന് സുപ്രീം കോടതി. വിദ്യാർത്ഥികൾക്ക് ലഭിച്ച മാർക്ക് ശനിയാഴ്ചയ്ക്കുള്ളിൽ പ്രസിദ്ധീകരിക്കാൻ NTA നിർദ്ദേശം. വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ പരസ്യമാക്കരുത്. തിങ്കളാഴ്ച വാദം തുടരും. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ മാവോയിസ്റ്റിനെ പിടികൂടി. കസ്റ്റഡിയിലെടുത്തത് തൃശൂർ വിയ്യൂർ സ്വദേശി മനോജിനെ. മാവോയിസ്റ്റുകൾക്കിടയിലെ കാരിയർ എന്ന ഭീകരവിരുദ്ധ സ്ക്വാഡ്. മനോജ് 14 UAPA കേസുകളിൽ പ്രതി. മാവോയിസ്റ്റ് ആക്രമണത്തിൽ 2 ജവാന്മാർക്ക് വീരമൃത്യു, 4 ജവാന്മാർക്ക് പരിക്ക്. കുഴിബോംബ് സ്ഫോടനമുണ്ടായത് ബീജാപ്പൂർ ജില്ലയിൽ. പത്തനംതിട്ട വാഴപ്പാറയിൽ ബൈക്ക് മറിഞ്ഞ യുവാവിന് ദാരുണാന്ത്യം, ഒരാൾക്ക് പരിക്ക്. അപകടം കലഞ്ഞൂർ പാടം റോഡിൽ. കോഴിക്കോട് ബാലുശ്ശേരിയിൽ പിക്കപ്പ് വാൻ മറിഞ്ഞ അപകടം, ഡ്രൈവർക്കും ക്ലീനർക്കും പരിക്ക്. കോഴിക്കോട് മുക്കത്തെ മുണ്ടുപാറത്തോട്ടിലേക്ക് രാസമാലിന്യം തള്ളിയെന്ന ആരോപണം. സമീപവാസികൾക്ക് ദേഹാസ്വാസ്ഥ്യം. മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങി. വെള്ളത്തിന്റെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചു. കോഴിക്കോട് കൊടുവള്ളിയിലും താമരശ്ശേരിയിലും കഞ്ചാവ് വേട്ട. താമരശ്ശേരിയിൽ KSRTC ബസ് യാത്രക്കാരനിൽ നിന്ന് 7 കിലോ കഞ്ചാവ് പിടികൂടി. കുന്നമംഗലം സ്വദേശി രഞ്ജിത്ത് അറസ്റ്റിൽ. കൊടുവള്ളിയിൽ 9 കിലോ കഞ്ചാവുമായി കൂരാച്ചുണ്ട് സ്വദേശി പിടിയിൽ. കേരള കോൺഗ്രസ് എം പിന്തുണയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വിജയം. കോട്ടയം മൂന്നിലവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി വിജയിച്ചത് കോൺഗ്രസിലെ റീന റൊണാൾഡ്. കോൺഗ്രസിനെ പിന്തുണച്ചത് യൂത്ത് കോൺഗ്രസ് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി ചാർലി ഐസക്. നോക്കാമിനി കേരളത്തിലെ പ്രധാന വാർത്തകൾ. കലൂർ പേരണ്ടൂർ കനാൽ ഭാഗത്ത് ഗോകുലം പാർക്കിന് സമീപം മാലിന്യക്കൂമ്പാരമായിരുന്ന സ്ഥലം മനോഹരമാക്കി പച്ചത്തുരുത്ത് നിർമ്മിച്ചു. ഗോകുലം പാർക്കിന്റെ സഹകരണത്തോടെയാണ് പച്ചത്തുരുത്ത് നിർമ്മിച്ചത്. നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR റനീഷ് മാവിൻ തൈ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. പരിപാലന ചുമതല ഗോകുലം പാർക്ക് ജീവനക്കാർ ഏറ്റെടുത്തു. കുവൈത്തിലെ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം നൽകി. ധനമന്ത്രി KN ബാലഗോപാലും ക്ഷീരവികസന വകുപ്പ് മന്ത്രി J ചിഞ്ചുറാണിയും വീടുകളിലെത്തി വിതരണം ചെയ്തു. കുവൈറ്റ് സർക്കാർ പ്രഖ്യാപിച്ച പണം വേഗത്തിൽ ലഭ്യമാക്കാൻ ഇടപെടൽ നടത്തുമെന്ന് മന്ത്രിമാർ. കനത്ത മഴയിൽ ഇരുവഴിഞ്ഞിപ്പുഴ കരകവിഞ്ഞതോടെ മാവൂർ കൂളിമാട് ചേന്നമംഗലൂർ റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ഇന്ന് വൈകിട്ടോടെയാണ് പുഴ കരകവിഞ്ഞത്. പെരുമ്പാവൂർ, കൂവപ്പടി, ഒക്കൽ പഞ്ചായത്തുകളിൽ പുതിയ പ്രസിഡന്റുമാരെ തെരഞ്ഞെടുത്തു. കോൺഗ്രസിലെ മായ കൃഷ്ണകുമാറിനെയാണ് കൂവപ്പടി പഞ്ചായത്തിലെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുത്തത്. TN മിഥുനാണ് ഒക്കൽ പഞ്ചായത്തിലെ പ്രസിഡന്റ്. കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ മുൻധാരണ പ്രകാരം മാറ്റം. ശക്തമായ മഴയിൽ ഇടുക്കിയിൽ മരച്ചില്ല ഒടിഞ്ഞു വീണ് വീടിന്റെ മേൽക്കൂര തകർന്നു. കരിമ്പൻ സ്വദേശി ജോണി പുല്ലന്താനിയുടെ വീടിനാണ് കേടുപാട് സംഭവിച്ചത്. ജലനിരപ്പ് ഉയർന്നതിനാൽ മലങ്കര ഡാമിലെ എല്ലാ ഷട്ടറുകളും 50 സെന്റിമീറ്റർ വീതം ഉയർത്തി. 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ 24-കാരൻ അറസ്റ്റിൽ. പിടിയിലായത് അതിജീവിതയുടെ അമ്മയുടെ സഹോദരൻ. മലപ്പുറം തിരൂരങ്ങാടി പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. തിരുവല്ല പടപ്പാട് ശ്രീദേവി ക്ഷേത്രത്തിൽ മോഷണം. 50-ലധികം ഓട്ടുവിളക്കുകളും കലശകുടങ്ങളും പിത്തള പറയും മോഷണം പോയി. അന്വേഷണം ആരംഭിച്ച് പോലീസ്.
പാലക്കാട് കിഴക്കഞ്ചേരിയിൽ KCB ജീവനക്കാർക്ക് മുന്നിൽ കാട്ടാനക്കൂട്ടം. ട്രാൻസ്ഫോമർ അറ്റകുറ്റപ്പണി നടക്കുന്നതിനിടയിലാണ് കാട്ടാനക്കൂട്ടം എത്തിയത്. എടത്തല ഗ്രാമപഞ്ചായത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ആദരവ് 2024 എന്ന പരിപാടി ജില്ലാ കളക്ടർ NSK ഉമേഷ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ MA അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. എടത്തല ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി സുമയ്യ സത്താർ സ്വാഗതം ആശംസിച്ചു. മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് മലപ്പുറം പോത്തുകല്ലിൽ ആദിവാസി കുടുംബങ്ങളുടെ പ്രതിഷേധം. നാരങ്ങാപ്പൊയിലെ 5 ആദിവാസി കുടുംബങ്ങളാണ് പ്രതിഷേധിച്ചത്. കനത്ത മഴയിൽ കോളനിയുടെ പിൻഭാഗത്തെ കുന്ന് ഇടിയുമെന്ന ആശങ്കയിലാണ് പ്രതിഷേധം. പത്തനംതിട്ട കോന്നി പള്ളിമുക്ക് വേണാട് ജംഗ്ഷന് സമീപം കാറുകൾ കൂട്ടിയിടിച്ചു. കുമ്പഴ ഭാഗത്തു നിന്നും കോന്നി ഭാഗത്തു നിന്നും വന്ന കാറുകളാണ് കൂട്ടിയിടിച്ചത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പ്രമുഖ മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയം എഴുതിയ സോളാർ വിശേഷം എന്ന പുസ്തകം നാളെ പ്രകാശനം ചെയ്യും. പാളയം CSI സെന്റിനറി ഹാളിൽ ഡോക്ടർ ശശി തരൂർ MP പ്രകാശനം നിർവഹിക്കും. പ്രശസ്ത എഴുത്തുകാരി റോസ്മേരി ആദ്യ പ്രതി ഏറ്റുവാങ്ങും. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ആലപ്പുഴ വല്യാത്തോട് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും ഉച്ചഭക്ഷണ വിതരണവും നടത്തി. വല്യത്തോട് ചങ്ങരം UP സ്കൂളിൽ നടന്ന ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് അരൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ടിഫ്രിൻ മാത്യു, DCC ജനറൽ സെക്രട്ടറി K രാജീവൻ എന്നിവർ പങ്കെടുത്തു. സമഗ്ര ശിക്ഷാ കേരളം URC സൗത്ത് സംഘടിപ്പിച്ച ഡയപ്പർ ബാങ്ക് പദ്ധതിയുടെ ഉദ്ഘാടനം വട്ടിയൂർക്കാവ് MLA അഡ്വക്കേറ്റ് VK പ്രശാന്ത് നിർവഹിച്ചു. DPCB ശ്രീകുമാരൻ, AEO R രാജേഷ് ബാബു, BPCR വിദ്യാ വിനോദ്, ട്രെയിനർ ഡോക്ടർ KL ബിച്ചു, PTA പ്രസിഡന്റ് പ്രദീപ്, സ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് ജയശ്രീ S തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന അറിയിപ്പുകൾ. എറണാകുളം തൃക്കാക്കര ഭാരതമാതാ കോളേജിൽ MSc സ്പേസ് സയൻസ്, MSc മാത്തമാറ്റിക്സ്, MSc ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി എന്നീ കോഴ്സുകളിലേക്ക് ഒഴിവുള്ള സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിശദമായ വിവരങ്ങൾ വെബ്സൈറ്റിൽ. സംസ്ഥാന വനിതാ കമ്മീഷൻ ഈ മാസം 22, 23 തീയതികളിൽ അദാലത്ത് സംഘടിപ്പിക്കും. എറണാകുളം ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ രാവിലെ 10 മുതലാണ് അദാലത്ത്. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ബിരുദാനന്തര PG ഡിപ്ലോമ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം 31. ദേശീയ വാർത്തകൾ. പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കെതിരെ വീണ്ടും ED റെയ്ഡ്. ഹരിയാനയിലെ 12 ഇടങ്ങളിൽ പരിശോധന. ED നടപടി ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിൽ മഹേന്ദ്രഗഡിൽ നിന്നുള്ള കോൺഗ്രസ് MLA റാവു ദാൻ സിംഗിനെതിരെ. വ്യാജരേഖ ചമച്ചെന്ന ആരോപണം നേരിടുന്ന IAS ട്രെയിനി പൂജ ഖേദ്കറുടെ മാതാവ് അറസ്റ്റിൽ. കർഷകരെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയെന്ന കേസിലാണ് മനോരമ ഖേദ്കറെ മഹാരാഷ്ട്ര പോലീസ് അറസ്റ്റ് ചെയ്തത്. ദ്വിദിന സന്ദർശനത്തിനായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിർസി നാളെ ഭൂട്ടാനിൽ എത്തും. ചുമതലയേറ്റ ശേഷമുള്ള മിശ്രയുടെ ആദ്യ വിദേശ സന്ദർശനമാണ് ഇത്. ബീഹാറിൽ വീണ്ടും പാലം തകർന്നു. അരാരിയ ജില്ലയിലെ അംഖാര ഗ്രാമത്തിലാണ് സംഭവം. 1 മാസത്തിനിടെ സംസ്ഥാനത്ത് തകരുന്നത് 15ാമത്തെ പാലം. കർണാടകയിലെ ഉത്തര കന്നഡ ജില്ലയിൽ കനത്ത മഴയെ തുടർന്ന് മണ്ണിടിച്ചിൽ. 4 മരണം, 3 പേരെ കാണാതായി. തെലങ്കാനയിലെ സൂര്യാപേട്ട് ജില്ലയിൽ തടാകത്തിൽ 3 പേർ മുങ്ങിമരിച്ചു. കുളിക്കാനിറങ്ങുന്നതിനിടെ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകൾ സ്ഥാപിച്ച IED പൊട്ടിത്തെറിച്ച് 2 ജവാന്മാർക്ക് വീരമൃത്യു, 4 പേർക്ക് പരിക്ക്. സംഭവം ബീജാപൂർ ജില്ലയിൽ. മുംബൈ വിമാനത്താവളത്തിൽ 5 ദിവസത്തിനിടെ കസ്റ്റംസ് പിടികൂടിയത് 13 കിലോ സ്വർണം, 10 കോടി വില മതിക്കുന്ന ഇലക്ട്രോണിക് വസ്തുക്കളും 45 ലക്ഷം രൂപയുടെ വിദേശ കറൻസിയും പിടിച്ചെടുത്തു. തിരുപ്പതിയിലെ നിലബല്ലി വനമേഖലയിൽ 8 വയസ്സുകാരിയുടെ മൃതദേഹം കണ്ടെത്തി. മരിച്ചത് പട്ന സ്വദേശി ലാലൂക്കിന്റെ മകൾ. കൊലപാതകമെന്ന് സംശയം. പോലീസിന്റെ അന്വേഷണം തുടങ്ങി. രാജ്യാന്തര വാർത്തകൾ. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് കോവിഡ്. തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ റദ്ദാക്കി. ബൈഡൻ സെൽഫ് ക്വാറന്റൈനിലെന്ന് വൈറ്റ് ഹൌസ്. ആരോഗ്യനില തൃപ്തികരം. ബംഗ്ലാദേശിൽ സർക്കാർ ജോലികളിലെ സംവരണം പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ നടത്തുന്ന പ്രതിഷേധം അക്രമാസക്തം. കോളേജുകൾ താൽക്കാലികമായി അടച്ചിടാൻ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷന്റെ ഉത്തരവ്. കഴിഞ്ഞ ദിവസമുണ്ടായ പ്രതിഷേധത്തിൽ 3 വിദ്യാർത്ഥികളടക്കം 6 പേർ കൊല്ലപ്പെട്ടിരുന്നു. തെക്ക് പടിഞ്ഞാറൻ ചൈനയിൽ ഷോപ്പിംഗ് മാളിലുണ്ടായ തീപിടുത്തത്തിൽ മരണം 16 ഉയർന്നു. 30ഓളം പേരെ രക്ഷപ്പെടുത്തി. ഷോപ്പിംഗ് മാളിൽ തീപിടുത്തമുണ്ടായത് ഇന്നലെ. UN അധീനതയിലുള്ള ഗസയിലെ 7ാമത്തെ സ്കൂളിലെ അഭയാർത്ഥി കേന്ദ്രത്തിന് നേരെ ഇസ്രായേലിന്റെ ആക്രമണം. 85 പേർ കൊല്ലപ്പെട്ടു. ലെബനനിൽ നിന്ന് ഹെസ്ബുള്ള നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ ഇസ്രായേലിൽ വൻ നാശനഷ്ടം.
ശത്രുതയ്ക്കിടയിലും ഇറാന്റെ പുതിയ പ്രസിഡന്റിനെ അഭിനന്ദിച്ച് സൗദി അറേബ്യ. അമേരിക്കൻ സമ്മർദ്ദം അവഗണിച്ച് റഷ്യയും ചൈനയെയും പിന്തുണച്ച് ഇറാൻ പ്രസിഡന്റ്. ഒമാനിൽ ഷിയ പള്ളിക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ പ്രതിഷേധവുമായി ഇറാനും പാകിസ്ഥാനും. യുദ്ധത്തടവുകാരെ പരസ്പരം കൈമാറി റഷ്യയും യുക്രൈനും. തങ്ങളുടെ 95 സൈനികരെ മോചിപ്പിച്ചതായി യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി. ചൈനയിൽ കനത്ത മഴ. താഴ്ന്ന പ്രദേശങ്ങളിൽ റോഡുകളിൽ വെള്ളക്കെട്ട്. വ്യാപക മണ്ണിടിച്ചിൽ. ജാഗ്രതാ നിർദ്ദേശവുമായി ചൈനീസ് ഭരണകൂടം. അഫ്ഗാനിസ്ഥാനിൽ കനത്ത മഴ. മഴക്കെടുതിയിൽ 40 മരണം. 400 വീടുകൾ ഭാഗികമായി തകർന്നു. നംഗർഹാറിൽ വൈദ്യുതി വിതരണം നിലച്ചു. പടിഞ്ഞാറൻ കാനഡയിൽ കാട്ടുതീ പടരുന്നു. ഏക്കർ കണക്കിന് വനഭൂമി കത്തിനശിച്ചു. തീയണയ്ക്കാനുള്ള തീവ്രശ്രമത്തിൽ അഗ്നിരക്ഷാ സേന. 100 ന്യൂസിലേക്ക് വീണ്ടും നോക്കാം. ഇനി ബിസിനസ് വാർത്തകൾ. കൃത്യസമയം പാലിക്കുന്നതിൽ ആകാശ എയർ വീണ്ടും ഒന്നാമത്. ഇൻഡിഗോ 2ാം സ്ഥാനത്തും വിസ്താര 3ാം സ്ഥാനത്തും തുടരുന്നു. അസമിൽ 27,000 കോടി രൂപയുടെ സെമി കണ്ടക്ടർ പ്ലാന്റ് വരുന്നു. പദ്ധതിക്കായി 170 ഏക്കറിലധികം ഭൂമി ഏറ്റെടുത്ത് ടാറ്റ ഗ്രൂപ്പ്. 2025ഓടെ പ്ലാന്റിന്റെ ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയാക്കാൻ നീക്കം. വീണ്ടും പ്ലാറ്റ്ഫോം ഫീസ് വർദ്ധിപ്പിക്കാൻ നീക്കവുമായി സ്വിഗ്ഗിയും സൊമാറ്റോയും. പ്ലാറ്റ്ഫോം ഫീസ് 10-15 രൂപയായി ഉയർത്തിയേക്കും. ഈ ആഴ്ച ആദ്യം പ്ലാറ്റ്ഫോം ഫീസ് 5 രൂപയിൽ നിന്ന് 6 രൂപയായി വർദ്ധിപ്പിച്ചിരുന്നു. റിയൽമി 13 പ്രോ, റിയൽമി 13 പ്രോ പ്ലസ് എന്നിവ ഈ മാസം 30-ന് ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കും. മികച്ച ക്യാമറ പ്രധാന സവിശേഷതയാണ്. 25,000 രൂപ മുതലാണ് വില. കായിക വാർത്തകൾ. മേജർ ലീഗ് സോക്കറിൽ ഇന്റർ മിയാമിക്ക് ജയം. 1-3 ഗോളിന് ടൊറന്റോയെ തോൽപ്പിച്ചു. ഫെഡറിക്കോ ഇരട്ട ഗോൾ നേടി. ജയത്തോടെ ഇന്റർ മിയാമി ഈസ്റ്റേൺ കോൺഫറൻസിൽ 1ാം സ്ഥാനത്ത്. ശ്രീലങ്കൻ പര്യടനത്തിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. ഏകദിനത്തിൽ രോഹിത് ശർമ്മയും 2020-ൽ സൂര്യകുമാർ യാദവും നയിക്കും. ഹർദിക് പാണ്ഡ്യയെ പാടെ തഴഞ്ഞപ്പോൾ ശുഭ്മാൻ ഗിൽ ഇരു ടീമിന്റെയും വൈസ് ക്യാപ്റ്റൻ. മലയാളി താരം സഞ്ജു സാംസണ് 2020 ടീമിൽ മാത്രം ഇടം. ഫിഫ റാങ്കിങ്ങിൽ 1ാം സ്ഥാനം നിലനിർത്തിയ അർജന്റീന 4 സ്ഥാനം മെച്ചപ്പെടുത്തി സ്പെയിൻ 3ാം സ്ഥാനത്തെത്തിയപ്പോൾ ബ്രസീൽ 5ാം റാങ്കിലേക്ക് വീണു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ യുവതാരം ജിക്സൺ സിംഗിനെ ടീമിലെത്തിച്ച് ഈസ്റ്റ് ബംഗാൾ. താരവുമായി 3 വർഷത്തെ കരാറിൽ ഒപ്പുവച്ചു. സെർബിയൻ താരം ജൊഹാൻ ഡ്രാസിച്ചിനെ ടീമിലെത്തിച്ച് FC ഗോവ. 2 വർഷത്തെ കരാറിൽ ഒപ്പുവച്ചു. ടീമിനായി കളത്തിലിറങ്ങുന്ന ആദ്യ സെർബിയൻ താരം. മേജർ സോക്കർ ലീഗ് ക്ലബ്ബ് LA ഗാലക്സിയുമായി കരാറിലെത്തി മാർക്കോ റിയോസ്. അന്തിമ കരാർ ഉടൻ ഒപ്പിടും. യുവതാരം മേസൺ ഗ്രീൻവുഡിനെ ടീമിലെത്തിച്ച് ഫ്രഞ്ച് ക്ലബ്ബ് മാഴ്സേ. താരക്കൈമാറ്റം 30 മില്യൺ യൂറോയ്ക്ക്. മാഴ്സയുമായുള്ള കരാർ 5 വർഷത്തേക്ക്. നോക്കാം ഇനി കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. വിക്രമും പാർവതി തിരുവോത്തും ഒന്നിക്കുന്ന ചിത്രം തെലങ്കാനയിലെ ആദ്യ ഗാനം പുറത്തിറങ്ങി. രഞ്ജിത്താണ് സംവിധാനം. ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രം ലെവൽ ക്രോസിന്റെ മോഷൻ പോസ്റ്റർ പുറത്ത്. ഷറഫുദ്ദീൻ, ആസിഫ് അലി, അമല പോൾ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കും. ഈ മാസം 26-ന് ചിത്രം തിയേറ്ററുകളിൽ എത്തും. കാർത്തിയും അരവിന്ദ് സ്വാമിയും ഒന്നിക്കുന്ന മെയ്യഴകൻ റിലീസ് തീയതി പ്രഖ്യാപിച്ചു. സെപ്റ്റംബർ 27-ന് ചിത്രം തിയേറ്ററുകളിൽ. നിവിൻ പോളി അവതരിപ്പിക്കുന്ന ഹബീബി ഡ്രിപ്പ് എന്ന പുതിയ ആൽബത്തിന്റെ മോഷൻ പോസ്റ്റർ പുറത്ത്. ഷാഹിൻ റഹ്മാനും നിഖിൽ രാമനും ചേർന്നാണ് സംഗീതം നൽകിയിരിക്കുന്നത്. മുഹമ്മദ് ഫാസിലാണ് ആലാപനം. സംവിധായകൻ ചിദംബരം പൊതുവാൾ ബോളിവുഡിലേക്ക്. ഫാന്റം സ്റ്റുഡിയോസ് ആണ് ചിത്രത്തിന്റെ നിർമ്മാണം. ചിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. നോക്കാം ഇനി വൈറൽ ട്രെൻഡ്സ്. മുത്തശ്ശിമാരുടെ തകർപ്പൻ ഡാൻസ് വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. വീഡിയോ ഏറ്റെടുത്ത് സൈബർ ലോകം. പ്ലാവിൽ നിന്ന് ചക്ക പറിക്കുന്ന ആനയുടെ വീഡിയോ വൈറൽ. വീഡിയോ ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയ. കൊച്ചുമകനും മുത്തശ്ശിയും ചേർന്നുള്ള റീൽ വീഡിയോ വൈറൽ. വീഡിയോ ഏറ്റെടുത്ത് നെറ്റിസൺസ്. വാദ്യോപകരണങ്ങൾ കൊണ്ട് സംഗീതം തീർത്ത യുവാക്കൾ. നിരവധി പേരാണ് ഇതിനോടകം വീഡിയോ പങ്കുവച്ചത്. നോക്കാം ഇനി ഫാക്ട് ചെക്ക്. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പിന്തുണച്ച് റിപ്പബ്ലിക്കൻ നാഷണൽ കൺവെൻഷനിലേക്ക് നടന്ന ബൈക്ക് റാലി എന്ന പേരിൽ പ്രചരിക്കുന്ന ചിത്രം വ്യാജം. 2015-ൽ നടന്ന ഒരു ബൈക്ക് റാലിയുടെ ചിത്രമാണ് തെറ്റായ തലക്കെട്ടിൽ പ്രചരിപ്പിക്കുന്നത്. നാളത്തെ വാർത്തകൾ.
ഏകജാലകം വഴി മെറിറ്റിൽ +1 പ്രവേശനം നേടിയവർക്ക് സ്കൂളും വിഷയവും മാറാൻ നാളെ കൂടി അവസരമുണ്ടാകും. നാളെ ഉച്ചയ്ക്ക് 2 വരെ അപേക്ഷ സമർപ്പിക്കാം. കോഴിക്കോട് ജില്ലയിൽ വിവിധയിടങ്ങളിൽ നാളെ വൈദ്യുതി മുടങ്ങും. അരിക്കുളം സെക്ഷൻ, മേപ്പയൂർ സെക്ഷൻ പരിധികളിലാണ് വൈദ്യുതി വിതരണം തടസ്സപ്പെടുക. രണ്ടാമത് ഹോക്കി ഇന്ത്യൻ സബ് ജൂനിയർ സൗത്ത് സോൺ ചാമ്പ്യൻഷിപ്പിന് നാളെ കൊല്ലത്ത് തുടക്കമാകും. കൊല്ലം ന്യൂ ഹോക്കി സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിലായി 12 ടീമുകൾ മാറ്റുരയ്ക്കും. വനിതാ ഏഷ്യാ കപ്പിന് നാളെ തുടക്കം. ഇന്ത്യ ആദ്യ മത്സരത്തിൽ രാത്രി 7-ന് പാകിസ്ഥാനെതിരെ. നോക്കാം ഇനി ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. മുൻ മലേഷ്യൻ പ്രധാനമന്ത്രി മഹാതിറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരോഗ്യനില തൃപ്തികരമെന്ന് അധികൃതർ. ഇസ്രയേലിൽ വെസ്റ്റ് നൈൽ പനി ബാധിച്ചു 3 പേർ കൂടി മരിച്ചു. രാജ്യത്ത് വെസ്റ്റ് നൈൽ പനി ബാധിച്ചു മരിച്ചവരുടെ എണ്ണം 36 ഉത്തർപ്രദേശിലെ ഗോണ്ട ജില്ലയിലുണ്ടായ ട്രെയിൻ അപകടത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം പ്രഖ്യാപിച്ച് റെയിൽവേ. 10 ലക്ഷം രൂപ വീതമാണ് ധനസഹായം പ്രഖ്യാപിച്ചത്. ഗുരുതരമായി പരിക്കേറ്റവർക്ക് 2.5 ലക്ഷം രൂപയും നിസ്സാര പരിക്കുള്ളവർക്ക് 50,000 രൂപയും ധനസഹായം. 100 ന്യൂസ് പൂർത്തിയാവുകയാണ്.